ഹലോ, നമസ്കാരം ഗൈസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരു ചെറിയൊരു കാര്യം പറയാനായിട്ടാണ് ഫിൻലാൻഡിലെ വർക്ക് ലൈഫിനെ കുറിച്ചിട്ട് പറയാനായിട്ടാണ് വന്നത്. വർക്ക് ലൈഫ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ കുറച്ചൊക്കെ നമ്മൾ കുറച്ച് ആളുകൾക്ക്, നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും. ഇവിടുത്തെ വർക്ക് ലൈഫ്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞാലല്ലേ അറിയുള്ളൂ അവിടെ കറക്റ്റായിട്ട് ശരിക്കുള്ള സത്യാവസ്ഥ എന്താണെന്നുള്ളത് അവർക്ക് അറിയണ്ടേ. അപ്പോൾ അത് കാരണമാണ് ഞാനിത് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അത് മാത്രമല്ല, ഇവിടെയുള്ള ആളുകൾക്കും ഇത് ഗുണം ചെയ്യും. അപ്പോൾ ഇത് എൻ്റെ വർക്ക് ലൈഫിനെ കുറിച്ചല്ല, നാട്ടിൽ നമ്മൾ സ്പോസായിട്ട് കൊണ്ടുവരുന്ന ഭാര്യയായാലും അതുപോലെ ഹസ്ബൻഡായാലും അവരുടെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവർക്ക് സ്റ്റാർട്ടിങ് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് ഉണ്ട്. അത് ഇവിടെ ലാംഗ്വേജ് കോഴ്സാണ്. അത് നേരെ ചെന്ന് നമ്മൾ ഇവിടെ ടി ഓഫീസിൽ ചെന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിൻ്റെ കോഴ്സിന് സമയം പറയും. അത് ഓരോ സിറ്റികളിലനുസരിച്ചാണ്. ചില സിറ്റികളിൽ ഭയങ്കരമായിട്ട് ഡിലേ ആണ്. അത് മെയിൻ സിറ്റികളിൽ ഭയങ്കര ഡിലേ ആണ്. വന്നു കഴിഞ്ഞാൽ 8 മാസം 6 മാസം 7 മാസം ചിലപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടേക്കും ക്ലാസ് തുടങ്ങാം. ഓക്കെ, അപ്പോൾ അതുവരെ നമ്മൾ എന്ത് ചെയ്യും വീട്ടിൽ? അതുവരെ നമ്മൾ വെറുതെ ഇരുന്ന് നമ്മൾ എന്ത് കാര്യം? അവിടെ വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ മൊബൈലിൽ ഈ യൂട്യൂബിൽ ലാംഗ്വേജ് ക്ലാസ്സുകളും അങ്ങനെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാം. നമുക്ക് ഇവിടെ നല്ലൊരു അഡ്വാൻറ്റേജ് ആണ് നമ്മൾ ഈ ഫിനിഷ് ലാംഗ്വേജ് സ്റ്റഡി ചെയ്യാന്ന് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ചെയ്തിട്ട് ജോലി കിട്ടിയില്ലെങ്കിലോന്നും. പക്ഷേ നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. നമ്മളിതെല്ലാം ചെയ്യുന്നത് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കരുതുക. ലൈഫിലെ വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഒരു ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത്. അത് ഒരു യൂറോപ്യൻ ലാംഗ്വേജ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ചിലപ്പോൾ ഭാവിയിൽ വേറെ എന്തെങ്കിലും സമയങ്ങളിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടാം. അത് ജസ്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാണ് അവർ. അതും പഠിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ശമ്പളം, മന്ത്ലി പേയ്മെൻറ്റും തരണം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ വേറെ ഏത് രാജ്യം പ്രൊവൈഡ് ചെയ്യും? അപ്പോൾ രാജ്യങ്ങളുണ്ട്, യൂറോപ്പിൽ പല രാജ്യങ്ങളുണ്ട്. പക്ഷെ ഇത് ഉണ്ടായിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ച് ഇറങ്ങി അതിൻ്റെതായ കാര്യങ്ങൾക്ക് ഇവിടെ ഇത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് ഈ ലാംഗ്വേജ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയും ജോലിക്ക് കയറാനായിട്ട് ഇവർ ഫസ്റ്റ് ചോദിക്കുന്നത് ലാംഗ്വേജ് ആണ്. നിങ്ങൾക്ക് ലാംഗ്വേജ് ഉണ്ടോ ചോദിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ വർക്ക് ലൈഫ് അല്ല ഇവിടെ. നാട്ടിൽ ഇപ്പോൾ ടീച്ചറായിരിക്കാം, ചിലപ്പോൾ ഡോക്ടർ, ചിലപ്പോൾ എഞ്ചിനീയർ ആയിരിക്കാം, IT മേഖലയിലുള്ള ഓഫീസർമാരായിരിക്കാം. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്, കുറേ എക്സ്പീരിയൻസ് ഉള്ള ഒരു രക്ഷയില്ല. ഇവിടെ വന്ന ജോലി പെട്ടെന്ന് അങ്ങനത്തെ ജോലികളൊന്നും കിട്ടില്ല. റെഫറൻസ് ഇല്ലാതെ പെട്ടെന്ന് കിട്ടുന്ന ജോബ് പെട്ടെന്ന് ഇവിടെ കിട്ടില്ല. റെഫറൻസ് വേണം മെയിനായിട്ട്. എന്നെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ മേ ബി കിട്ടാതിരിക്കാം. അല്ലാതെ വളരെ ടഫാണ് ജോബ് കിട്ടുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമ്മൾ കുറേ കാലം ഇങ്ങനെ വെറുതെ ഇരുന്നിട്ടും കാര്യമില്ല ഇവിടെ. അപ്പോൾ ഇതിനൊക്കെ ഒരു എക്സ്പീരിയൻസ്, എല്ലാ കാര്യവും നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക. ഇപ്പോൾ ഒരു ഇവിടെ പ്രിസ്മ, സാസ് മാർക്കറ്റ്, അങ്ങനെ പല എന്താ പറയുക, ബർഗർ ഷോപ്പുകൾ ഇഷ്ടംപോലെ, ക്ലീനിങ് സെക്ഷൻ, അങ്ങനെയുള്ള ഇഷ്ടംപോലെ ഏരിയകൾ ഇവിടെ നിങ്ങൾക്ക് കിടക്കുന്നുണ്ട്. എല്ലായിടത്തും ജോബിന് ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ജോബ് അവിടെ ചെയ്യുക. അതുകൂടി നിങ്ങൾക്ക് ഫിൻലാൻഡിലത്തെ ലൈഫും നാച്ചുറും അവിടുത്തെ കൾച്ചറും പഠിക്കാം. അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വ്യക്തമാവും. അപ്പോൾ ഇതൊക്കെ ടൈം വേസ്റ്റ് ചെയ്യാതെ, അപ്പോൾ പൈസ കിട്ടുന്ന ആ പൈസ കൊണ്ട് നമുക്ക് ലൈഫ് ഏൺ ചെയ്യുന്ന പൈസ നമ്മൾ ഏൺ ചെയ്യണത് നമുക്ക് നല്ലതല്ലേ? വെറുതെ നമ്മൾ വീട്ടിലിരുന്ന് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും നോക്കിയിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ്? അപ്പോൾ അതാലോചിക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ വളരെ നേട്ടങ്ങളുണ്ടാവും. നമുക്ക് സ്ട്രെസ് കുറയും. കുറേ കാര്യങ്ങൾ. ഇവിടെ സ്ട്രെസ് കൂടുതലുള്ള രാജ്യമാണ്. കാരണം വേറൊന്നുമല്ല, കൂടുതലും റൂമിൽ ഇങ്ങനെ ഇരിക്കുക, അതുപോലെ ആരും സംസാരിക്കാനില്ലാത്തൊരു അന്തരീക്ഷമാണ് ഇവിടെ. ഫിൻലാൻഡ് ലൈഫ് അങ്ങനെയാണ്. ആരും അധികം നമ്മുടെ ഇന്ത്യൻ കൾച്ചർ പോലെ ഓടിച്ചാടി സംസാരിക്കുന്ന ഒരു പ്രകൃതി അല്ല അവരുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ ഡിപ്രഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, അപ്പോൾ ഇത് മെയിനായിട്ട് ചിന്തിക്കുക. നിങ്ങൾ വരുന്ന ആളുകൾ, സ്പോർട്സായിട്ട് വരുന്ന ആളുകൾ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇത് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ക്രിസ്മസിലാണ് ജോലി ചെയ്യണം, ഞാനൊരു സൂപ്പർ മാർക്കറ്റിലാണ് ജോലി ചെയ്യണം, അയ്യോ നാണക്കേട്, ആൾക്കാർ കാണും. ഇത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ലൈഫ് നല്ലതാണ്. എവിടെ ജോലി ചെയ്താലും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസിൽ കൂട്ടുക നിങ്ങളത്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ഈ പൈസ കിട്ടുന്നത് നമ്മുടെ നാട്ടിലെ ഒരു ടീച്ചറായോ ഒരു എഞ്ചിനീയർക്ക് കിട്ടുന്ന ശമ്പളം അതിനേക്കാളും 4 ഇരട്ടി, ഒരു മാസത്തെ ശമ്പളം
ഇവിടുത്തെ ഒരു മാസ ശമ്പളം അവിടെ ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ആ ഈ അവിടുത്തെ ഒരു കൊല്ലത്തെ ശമ്പളം ഒറ്റ മാസം കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എടുക്കാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ അത് പൈസയും ഇവിടെ കിട്ടുന്നുണ്ട് ഇഷ്ടം പോലെ. അപ്പം നമ്മുടെ ഒരു ചേട്ടനുണ്ട്, ഓസ്ട്രേലിയയിലാണ് ജീവിക്കുന്നത്. ആള് പോലീസുകാരനായിരുന്നു. ആളവിടെ ചെന്നിട്ട് ഹോസ്പിറ്റലിൽ വേറെ എന്തൊക്കെ ജോബ് ചെയ്യണേ. ഓക്കെ, നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ജോബ് ഇവിടെ കിട്ടുന്നില്ല. അപ്പോൾ കിട്ടിയത് കൊണ്ട് സന്തോഷിക്കുക. പിന്നെ പൈസ ഈ പൈസ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഇവിടെ. കാരണം ഒരുപാട് പൈസ ചിലവാകുന്നുണ്ട്. ഒരാള് ശമ്പളത്തിൽ നിന്ന് കിട്ടിയത് ജീവിച്ചിട്ട് ഒരു ഫാമിലി ഫുള്ള് കഴിഞ്ഞു പോകാൻ ഭയങ്കര പാടാണ്, ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ്. അപ്പോൾ അതിൽ നമ്മൾക്ക് മാക്സിമം എന്തെങ്കിലും പൈസ റെന്റിന് കൊടുക്കുന്ന പൈസയോ എന്തെങ്കിലും ഒക്കെ ഇട്ട് നമ്മളെ സഹായിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അതിൽ. അപ്പോൾ സ്പോസ് വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ മാക്സിമം നല്ല ബ്യൂട്ടിഫുൾ ലൈഫ് ആക്കാൻ നോക്കുക. ഓക്കെ, വെറുതെ നമ്മൾ ആലോചിച്ച് ഞാൻ ഇങ്ങനെയാണ് ഞാൻ അങ്ങനെയാണെന്ന് ആലോചിച്ച് അതുപോലെ റൂമിൽ കുറേ വീട്ടിലിരുന്ന് കുറേ വല ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിലൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ ലൈഫിലോട്ട് ശ്രദ്ധിക്കുക മാക്സിമം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിൽക്കുന്ന ആളുകൾ ഇപ്പോൾ സ്പോസ് ആരായാലും വീട്ടിലത്തെ വർക്കൊക്കെ ചെയ്ത് അവരെ സഹായിക്കുക. അപ്പോൾ ആണായാലും പെണ്ണായാലും അത് ഇവിടുത്തെ ലൈഫ് അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ പുറത്തെ ഒരുപാട് ആളുകൾ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ലൈഫ് ഇങ്ങനെയാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ചമ്മലൊന്നും വേണ്ട, ചമ്മലില്ലാതെ അവിടെ ജോലി ചെയ്യുക. ഓക്കെ, നമുക്ക് മണിയാണ് വലുത്, പൈസ വേണം. ഓക്കെ, പൈസ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എവിടെയായാലും. ഫ്രീ ആയിട്ട് ആരും പൈസയും തരില്ല. ഓക്കെ ഗൈസ്, സി യു, ബൈ.